ഹായ് സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും. അഫ്സൽ ബാബു ആണ്, അല്ലൂൺ ട്രാവൽസ് ജിദ്ദ. ഇത് കണ്ടോ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മിഡിൽ ഈസ്റ്റിന് മുകളിലെ ഫ്ലൈറ്റുകളുടെ ഒരു ഒഴുക്കാണ് ഈ കാണുന്നത്. മിഡിൽ ഈസ്റ്റിന് മുകളിൽ ധാരാളം ഫ്ലൈറ്റുകളുണ്ട്. മിഡിൽ ഈസ്റ്റിനും ഇന്ത്യക്കും ഇടയിൽ ധാരാളം ഫ്ലൈറ്റുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൻ്റെ റൂട്ടുകളിൽ തന്നെ ധാരാളം ഫ്ലൈറ്റുകൾ വരികയും പോയിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. UAEക്ക് മുകളിലൊക്കെ ധാരാളം ഫ്ലൈറ്റുകളാണ്. ദുബായ് ആവട്ടെ, അബുദാബി ആവട്ടെ, ഫ്ലൈറ്റുകളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ധാരാളമായിട്ട്. അതുപോലെ തന്നെയാണ് ഖത്തറിന് മുകളിൽ ഫ്ലൈറ്റുകളുണ്ട്. കുറച്ചപ്പുറത്ത് ബഹ്റൈനിന് മുകളിലും ഫ്ലൈറ്റുകളുണ്ട്. കണ്ട, ബഹ്റൈനിന് മുകളിലും ഫ്ലൈറ്റുകളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറാന് മുകളിൽ ഫ്ലൈറ്റുകളുണ്ട്, ഇറാഖിന് മുകളിൽ ഫ്ലൈറ്റുകളുണ്ട്. ധാരാളം ഫ്ലൈറ്റുകൾ മിഡിൽ ഈസ്റ്റിനും ഇന്ത്യക്കും ഇടയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു, വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറാഖിന് മുകളിലൂടെ ഒക്കെ പോകുന്ന ഒരു റൂട്ട് കണ്ടോ, ധാരാളം ഫ്ലൈറ്റുകളാണ്, ഒരുപാട് ഫ്ലൈറ്റുകൾ, വലിയ തിരക്കുള്ള റൂട്ടാണത്. ഓക്കെ, ഇതാണ് 27 ഫെബ്രുവരി വൈകിട്ട് 4 മണിക്കുള്ള ഒരു സ്റ്റാറ്റസ് ആണ് കേട്ടോ. 24 ഫെബ്രുവരി വൈകിട്ട് 4 മണിക്കാണത്. ഇന്ത്യക്ക് മുകളിലൊക്കെ ധാരാളം ഫ്ലൈറ്റുകൾ. അതേസമയം 2 മാർച്ച് വൈകുന്നേരം 4 മണിക്കുള്ള ഒരു സ്റ്റാറ്റസ് ആണത്. ഇന്ത്യക്ക് മുകളിൽ ധാരാളം ഫ്ലൈറ്റുകളുണ്ട്. സൗദിക്ക് മുകളിലും അത്യാവശ്യം കുറേയൊക്കെ ഫ്ലൈറ്റുകളുണ്ട്. പഴയ തിരക്കില്ലെങ്കിൽ പോലും കുറേ ഫ്ലൈറ്റുകളുണ്ട്. വല്ലാതൊന്നും സൗദിയുടെ ഈ ഒരു വ്യോമയാനത്തെ വല്ലാതെ ബാധിച്ചിട്ടില്ല, അൽഹംദുലില്ലാ. എത്രയും പെട്ടെന്ന് മറ്റുള്ള നാടുകളിലും ഇത് വീണ്ടും പഴയതുപോലെ തന്നെ ആവട്ടെ, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ, ഫ്ലൈറ്റുകളുടെ റൂട്ടും കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ. ഒരുപാട് ആളുകളെ യാത്രയും കാര്യങ്ങളൊക്കെ പ്രശ്നമായി കിടക്കുകയാണ്. നോക്കി, UAEക്ക് മുകളിൽ ഫ്ലൈറ്റുകളില്ല, ഖത്തറിന് മുകളിൽ, ബഹ്റൈനിന് മുകളിൽ ഒന്നും ഫ്ലൈറ്റുകളില്ല, ഇറാനിന് മുകളിൽ തീരില്ല, ഇറാഖിന് മുകളിലില്ല. നമ്മൾ നേരത്തെ കണ്ട ഇറാഖിന് മുകളിലൂടെയുള്ള ആ ഒരു റൂട്ടിലൊന്നും തീരെ ഫ്ലൈറ്റുകളില്ല. ഇന്ത്യക്ക് മുകളിൽ വലിയ പ്രശ്നമില്ല. അതേസമയം മറ്റൊരു മുകളിലുണ്ടായിരുന്ന റൂട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൂടുതൽ തിരക്കായി മാറിയിട്ടുണ്ട്. ആ റൂട്ടിൽ മിക്കവാറും ഫ്ലൈറ്റുകളൊക്കെ യൂറോപ്പിനും ഏഷ്യക്കിടയിലെ ഫ്ലൈറ്റുകൾ ചിലപ്പോൾ ആ റൂട്ടിലൂടെ മാറ്റിയിട്ടുണ്ടാവാം. ഏതായാലും മിഡിൽ ഈസ്റ്റിന് മുകളിൽ ഫ്ലൈറ്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. പല ആളും ചോദിക്കുന്നുണ്ട് എങ്ങനെ സൗദി എയർലൈൻസ് പോകുന്നത് എന്നുള്ളത്. ചിലരൊക്കെ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ എക്സാക്ട് എന്താണെന്ന്, പക്ഷേ ചിലരൊക്കെ പറഞ്ഞത് ചിലപ്പം ഈ പാകിസ്ഥാൻ്റെ മുകളിലൂടെ മറ്റൊക്കെ പോയിട്ടായിരിക്കാം, ആ റൂട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കാം സൗദി എയർലൈൻസ് കൊച്ചിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ചിലരൊക്കെ പറയുന്നത്. എന്താണ് എക്സാക്ട് എന്ന് പറഞ്ഞാൽ ഏതാവട്ടെ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് പഴയ പോലെ തന്നെ ആവട്ടെ അല്ലേ. ദുആ ചെയ്യുക എല്ലാവരും. കുറച്ചും കാക്കട്ടെ. അസ്സലാമു അലൈക്കും.